എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡാണ്. നമ്മൾ ഇന്നൊരു ബാർബക്യൂ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കുബൂസ്, അതുപോലെ തന്നെ സാലഡ്. അപ്പോൾ ഇവ പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മൾ ലുലു സെന്ററിൽ നിന്ന് വാങ്ങി പോവാണ്. ആ ഒരു വിഷ്വൽസ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നതും കൂടെ നമുക്കൊന്ന് കാണാം. ചിക്കനെ വാങ്ങാനായിട്ടൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മളൊരു ചിക്കനെ വാങ്ങുകയാണ്. ഇനി നമ്മൾ ആ ഒരു ചിക്കനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ടെൻ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കനിൽ ഡിപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു മിക്സ് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ 750 ml, ചില്ലി പൗഡർ 2 ടീസ്പൂൺ, സോൾട്ട് 3 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, വിനെഗർ 3 ടേബിൾ സ്പൂൺ. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം, അതായത് നമ്മുടെ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന മിക്സിൽ ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ ഫ്ലേവർ പിടിക്കത്തുള്ളൂ. അതെൻ്റെ ഗ്രാൻഡ് മദർ ആണ് കേട്ടോ വരഞ്ഞൊക്കെ കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മിക്സ് റെഡിയാക്കണം. അപ്പം ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം. 750 ml വാട്ടർ വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് സോൾട്ട്, അത് 3 ടീസ്പൂൺ ആണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് വിനാഗിരിയാണ്. വിനാഗിരി 3 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, 2 ടേബിൾ സ്പൂൺ ആണ് നമുക്കത് വേണ്ടുന്നത്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്, അത് 2 ടേബിൾ സ്പൂൺ ആണ്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുഴിയുള്ളൊരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ചിക്കനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് 1/2 an hour വെയിറ്റ് ചെയ്യണം. അതൊരു നീണ്ട ഒരു സമയമാണ്, നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗാർലിക് ക്ലവ് 15 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ അതൊരു 2 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു ബിഗ് ഓണിയൻ്റെ 1/2 പാർട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ റെഡ് ചില്ലി എടുക്കുന്നുണ്ട്. 5 മിനിറ്റോളം വേവിച്ചെടുത്തതാണ്, വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ് നമ്മുടെ റെഡ് ചില്ലി. 2 ഗ്രീൻ ചില്ലി വേണം, ഒരു ഫുൾ ഗ്രീൻ ചില്ലിയാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ലെമൺ വേണം. മറ്റേ 1/2 നമ്മൾ ചിക്കൻ്റെ മുകളിൽ ഒഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ വേണം. പിന്നെ കേർഡ്, തൈര് 3 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടുന്ന പെപ്പർ വേണം, ഒരു 10-20 എണ്ണം മതിയായിരിക്കും. പിന്നെ കുമിൻ 2 ടേബിൾ സ്പൂൺ, കുമിൻ വേണം 2 ടീസ്പൂൺ. പിന്നെ കുക്കിംഗ് ഓയിൽ, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, ബട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. ഇവയെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ചാട്ട് മസാല 3 ടേബിൾ സ്പൂൺ. നമ്മൾ ഈ ബിങ്കോ ലേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് വല്ലാത്തൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചിക്കനിൽ ചാട്ട് മസാല ഉപയോഗിക്കുന്നതിന് 3 ടീസ്പൂൺ ആണ്. പിന്നെ നമ്മൾ കേർഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. കേർഡ് 3 ടേബിൾ സ്പൂൺ ആണ് കേർഡ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇവയൊന്ന് അരച്ചെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ബിഗ് ഓണിയൻ, പിന്നെ നമുക്ക് ആ ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് അരച്ചെടുക്കാം. പെപ്പർ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മുടെ നാരങ്ങ നീര്, ലെമൺ ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത്, 1/2 ലെമൺ. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുമിനാണ്. കുമിൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ സോൾട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് പിന്നെയും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ചാട്ട് മസാലയുടെ.
ഇനി നമുക്ക് ഈ ഒരു മസാല നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ആ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 hour ആണ് ഇതിൻ്റെയും റെസ്റ്റിംഗ് ടൈം. നന്നായിട്ട് ഇതിൻ്റെ എല്ലാ പാർട്സിലേക്കും നമുക്ക് ഈ ഒരു അരപ്പ് തേച്ച് കൊടുക്കാനുണ്ട്. ഇനി നമ്മളിവിടെ ചാർക്കോൾ വന്നിട്ടുണ്ട്. ചാർക്കോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നമ്മൾ ഈ ഗ്രില്ല് സെറ്റപ്പിൻ്റെ കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി. 6 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ ഹൈറ്റായിട്ട് വേണ്ടുന്നത്. കൂടിപ്പോയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. കുറച്ച് താമസം എടുക്കുന്നേ ഉള്ളൂ ഇതൊന്ന് കുക്കായിട്ട് വരാനായിട്ട്. നമ്മൾ കർപ്പൂരം വാങ്ങാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ ഇത് കുറേ സമയം എടുത്തോണ്ട് ഇത് കത്താനായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു കമ്പിയിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഈ ചിക്കൻ അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചിക്കനിൽ ആ കമ്പിയോട് ചേർത്തിട്ട് കെട്ടി വെക്കുകയാണ്. നൂൽക്കമ്പി ഇട്ടാണ് കെട്ടേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാധാ ഇതിട്ട് കെട്ടി. ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ നൂൽക്കമ്പി ഇട്ട് കെട്ടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ നമ്മുടെ ഈ ചാർക്കോൾ കത്തിച്ചതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മസാല എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. വെന്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു 1/2 ലെമൺ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നത്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1/2 ആണ് ആ ഒരു ബാറ്ററിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 1/2 ആണ് നമ്മൾ ഈ ഒരു ചിക്കനിൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇന്ന് വെന്ത് വരാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ അമ്മൻ ഇവിടെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് വെന്തപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇതിനൊക്കെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു. കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സാലഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെന്തപ്പോഴത്തേക്കും നമ്മൾ ഇത് പ്ലേറ്റിലേക്ക് എടുത്തിട്ടു. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി കുബൂസ് ഉണ്ട്. നമ്മൾ ലുലു സെന്ററിൽ നിന്ന് വാങ്ങിയ കുബൂസ്. നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അമ്മനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ചാറ്റ് മസാലയും അതുപോലെ ബട്ടറും നമ്മൾ ഒഴിച്ച ലെമണും എല്ലാം കൂടി ചേർന്നിട്ടൊരു ഭയങ്കരമായ ഫ്ലേവറാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.